ഡോക്ടർ മോഹൻ വർഗീസ്, നമുക്കറിയാം വളരെ വലിയ ഒരു യുദ്ധത്തിലേക്ക് പശ്ചിമേഷ്യ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് സംശയിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പോൾ സമാധാനവുമായി അമേരിക്ക എത്തിയിരിക്കുന്നു, ഇസ്രായേലും സഹകരിച്ചിരിക്കുന്നു, ഇറാനും സഹകരിച്ചിരിക്കുന്നു. എങ്ങനെ നമുക്കിതിനെ വിലയിരുത്താം? ഒരുപക്ഷെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു 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 പ്രേരണയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായതാണ്, അതുമല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലും ഗതികെട്ട് ഇങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്ന സാഹചര്യമാണ്? എന്തായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ഈ സമാധാന ഉടമ്പടിയിലേക്ക് എത്തിച്ചേരാൻ കാരണമായ കാര്യങ്ങൾ? ഇവിടെ ഇപ്പോൾ കേൾക്കുന്നത് പോലെ ഒരു സമാധാന ഉടമ്പടി ഒന്നും ആയിട്ടില്ല. കാരണം ഇതൊരു അപ്രഖ്യാപിത യുദ്ധമാണ്. 12 ദിവസം നീണ്ടുനിന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയ തീവ്രമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ. അതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ ആ രീതിയിൽ യുദ്ധമെന്ന് പറയാനാവില്ല. പക്ഷേ ഇവിടെ ഒരു വെടിനിർത്തൽ സാധ്യമായിരിക്കുന്നു. ആ വെടിനിർത്തലിന്റെ ക്രെഡിറ്റ് പതിവ് പോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏറ്റെടുത്തിരിക്കുന്നു. ലോകത്ത് എവിടെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവിടെ തന്റെ ഒരു സമാധാന കയ്യൊപ്പ് ചാർത്താൻ ആഗ്രഹിക്കുന്ന ഡൊണാൾഡ് ട്രംപ്, അതിന്റെ ക്രെഡിറ്റ് എടുക്കാനും ആഗ്രഹിക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങളെ നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടായ വെടിനിർത്തൽ 4 ദിവസത്തെ യുദ്ധത്തിന് ശേഷം അല്ലെങ്കിൽ ആക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ധു അവസാനിപ്പിക്കുന്നതിന് ഡൊണാൾഡ് ട്രംപ് ഒരു മധ്യസ്ഥത വഹിച്ചു എന്ന അദ്ദേഹത്തിന്റെ ക്ലെയിം, സമാനമായ ക്ലെയിം തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെ 3 പ്ലേയേഴ്സ് ഇൻവോൾവ് ആണ്: ഇസ്രായേൽ, ഇറാൻ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ആദ്യഘട്ടത്തിൽ ഇസ്രായേലാണ് 12 ദിവസം മുമ്പ് 13-ാം തീയതി, മാസം 13-ാം തീയതി ഇറാന് നേരെ ആണവ ഭീഷണി ഉയർത്തുന്നു എന്ന കാരണത്താൽ അറ്റാക്ക് തുടങ്ങി വെച്ചത്. അതുകൊണ്ട് ഇസ്രായേൽ തന്നെ ആവണം അവസാനിപ്പിക്കേണ്ടത് എന്ന ഇറാന്റെ നിർദ്ദേശം. അതുകൊണ്ട് ആരാണോ തുടങ്ങി വെച്ചത് അവിടെ നിന്നും വെടിനിർത്തൽ തുടങ്ങണം എന്ന സ്വാഭാവികമായ ആഗ്രഹം അത് ഇറാൻ പ്രകടിപ്പിച്ചു. അതിനനുസരിച്ച് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് വെടിനിർത്തലുണ്ടായി, ഇറാന്റെ ഭാഗത്തുനിന്ന് വെടിനിർത്തലുണ്ടായി. അതിനൊക്കെ മുമ്പ് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ക്ലെയിം എടുക്കുകയും ചെയ്തു. പക്ഷെ ഇതിനെല്ലാം ഇടയിലൂടെ നമ്മൾ വായിച്ചെടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിതാണ്, അമേരിക്കയാണ് ഇതിൽ നിന്നും നേട്ടങ്ങൾ കൈവരിച്ച ഏക രാജ്യം. ഇറാനുമല്ല ഇസ്രായേലുമല്ല, ഏതാണ്ട് സമനിലയിൽ പിരിച്ചു എന്ന് കരുതാവുന്ന ഒരു പോരാട്ടം. ഇസ്രായേലിന്റെ ക്ലെയിം നോക്കൂ, ഇറാന്റെ ക്ലെയിം നോക്കൂ, അമേരിക്കയുടെ സാധ്യതയെ നോക്കാം. നമുക്ക് ആദ്യം ഇസ്രായേലിന്റെ ക്ലെയിമാണ്. ഇസ്രായേൽ എന്തിനു വേണ്ടിയാണ് യുദ്ധം ചെയ്തത്? രണ്ട് കാരണങ്ങൾ. ഒന്ന്, ഇറാന്റെ ആണവ ഫെസിലിറ്റി, ആണവ സമ്പുഷ്ടീകരണ അന്തരീക്ഷം അത് അവസാനിപ്പിക്കണം. ആണവായുധ നിർമ്മാണത്തിലേക്ക് ഇറാൻ പ്രവേശിക്കുന്നത് പൂർണ്ണമായി തടയണം. അത് പൂർണ്ണമായി തടയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ആണവ നിലയങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി ഇസ്രായേലിന്റെ തന്നെ സ്ട്രൈക്കിൽ. അതിനുശേഷം അമേരിക്ക B-52 ബോംബേഴ്സ് ഉപയോഗിച്ചുകൊണ്ട്, ബങ്കർ ബസ്റ്റർ ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ ബോംബുകൾ 60 മീറ്റർ അടിയിലേക്ക് തുരന്നു കയറി ഇസ്ഫഹാനിലെയും നഥാൻസിലെയും ഫർദോയിലെ പോലും ആണവ നിലയങ്ങൾ ആക്രമിക്കുന്ന കാഴ്ച കണ്ടു. പക്ഷെ അതിനു മുൻപ് തന്നെ ആണവ ഫിസൈൽ മെറ്റീരിയലുകൾ, സമ്പുഷ്ട യുറേനിയം അവിടെ നിന്നും നീക്കം ചെയ്തതായി ഇറാൻ ഇപ്പോൾ ക്ലെയിം ചെയ്യുകയാണ്. അപ്പൊ ആ ഒരു രീതിയിലുള്ള ക്ലെയിം വരുമ്പോൾ അത് എന്ത് സൂചനയാണ് നൽകുന്നത് എന്നത് നമുക്ക് നോക്കിക്കാണേണ്ട കാര്യമാണ്. അതാണ് ഒരു ക്ലെയിം. ഇസ്രായേലിന്റെ ക്ലെയിം പൂർണ്ണമായി അവിടെ നിറവേറ്റിയിട്ടില്ല. ആണവ സാങ്കേതിക വിദ്യ പൂർണ്ണമായി അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. അത് തുടരാനാണ് സാധ്യത. 2, ഇറാനിലൊരു റെജീം ചേഞ്ച്, അയത്തുള്ള അലി ഖൊമേനി നയിക്കുന്ന ഭരണകൂടം മാറിയേ മതിയാവൂ എന്ന ഇസ്രായേലിന്റെ ആഗ്രഹം നടന്നിട്ടില്ല. ഏതാനും കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്, അസാസിനേഷൻ നടന്നിട്ടുണ്ട്. ന്യൂക്ലിയർ സയന്റിസ്റ്റുകൾ, ഈ റവല്യൂഷണറി ഗാർഡിന്റെ തലപ്പത്തുള്ള ആളുകൾ, സൈന്യത്തിന്റെ തലപ്പത്തുള്ള ആളുകൾ, അവരെല്ലാം വലിയ രീതിയിലുള്ള അസാസിനേഷൻ നടന്നിരിക്കുന്നു, ടാർഗറ്റ് അറ്റാക്ക് നടന്നിരിക്കുന്നു. അത് ഒരു നേട്ടമായി വേണമെങ്കിൽ ഇസ്രായേലിന് പറയാം. അതുകൊണ്ട് ആണവ കപ്പാസിറ്റിയുടെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങളെ നശിപ്പിച്ചു എന്ന് ക്ലെയിം ചെയ്യാമെന്നല്ലാതെ ആണവ കപ്പാസിറ്റി പൂർണ്ണമായി നശിപ്പിച്ചിട്ടില്ല, റെജീം ചേഞ്ച് സാധിച്ചിട്ടുമില്ല. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ വെടിനിർത്തൽ വേണ്ടി വരുന്നത്. അപ്പൊ കുറെയൊക്കെ ഇസ്രായേലിന്റെ ക്ലെയിം അതുകൊണ്ട് 10 വർഷത്തേക്കെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോൾ 5 വർഷത്തേക്കെങ്കിലും ഇറാന് ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ ആവാത്ത രീതിയിൽ അവരുടെ ഫെസിലിറ്റീസ് നശിപ്പിച്ചു. അതുകൊണ്ട് ഡിലേ ചെയ്തിരിക്കുന്നു. ഇമ്മിനന്റ് ആയി ഉണ്ടാകുന്ന ആണവ ആയുധ നിർമ്മാണം കുറെ വർഷത്തേക്ക് നീട്ടിവെക്കാൻ സാധിച്ചു എന്ന ആശ്വാസം ഇസ്രായേലിനും ഉണ്ടായെന്ന് ഓർക്കണം. മറുപക്ഷത്തെ ഇറാന് വലിയ അവകാശവാദങ്ങളാണുള്ളത്. ഇറാൻ ഒറ്റയ്ക്കായിരുന്നു. ഇസ്രായേലിന്റെ ഭാഗത്ത് അമേരിക്ക എന്ന വലിയേട്ടനുണ്ടായിരുന്നു. ഇറാന്റെ ഭാഗത്ത് ഇറാൻ ഒറ്റയ്ക്കായിരുന്നു. മറ്റൊരു രാജ്യവും സഹായത്തിന് വന്നില്ല. ഇറാന്റെ ആംസ് അല്ലെങ്കിൽ ടെന്റക്കിൾസ് ആയ ഹമാസ്, ഹൂതി, ഹിസ്ബുള്ള വിഭാഗങ്ങൾ താരതമ്യേന സൈലന്റ് ആയിരുന്നു. അവർക്കൊന്നും തന്നെ ഇസ്രായേൽ നേരെ ആക്രമണം നടത്താനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇറാൻ ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് അമേരിക്കൻ ആക്രമണത്തെയും ഇസ്രായേലിന്റെ ആക്രമണത്തിനെയും കുറെയൊക്കെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു. ഇസ്രായേലിനെതിരെ, അയൺ ഡോമിനെതിരെ നീക്കങ്ങൾ നടത്താൻ കഴിഞ്ഞു. അയൺ ഡോമിന് 1-2 പ്രാവശ്യം
വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി. മിസൈലുകൾ അയൺ ഡോം ഭേദിച്ചുകൊണ്ട് താഴെ വീഴുന്ന കാഴ്ചയുണ്ടായി. ടെലവീവിലും ഹൈഫയിലും അതുപോലെ ജെറൂസലമിലും എല്ലാം തന്നെ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ ഇറാന് കഴിഞ്ഞു എന്നത് അവർ വലിയ നേട്ടമായി ആഘോഷിക്കുന്ന ഒരു കാഴ്ചയും കണ്ടു. അതുകൊണ്ട് ഇറാൻ ഇപ്പൊ ക്ലെയിം ചെയ്യുന്നത് അമേരിക്കൻ ബേസിനെ പോലും ആക്രമിച്ചു. ഖത്തറിലെ അമേരിക്കൻ ബേസിനെ ആക്രമിച്ചു. അൽ ഉദൈദ് എന്ന് പറയുന്ന എയർ ബേസ് ആണ്. അതുപോലെ ഇറാഖിലെ അമേരിക്കൻ എയർ ബേസ് ആക്രമിച്ചു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇറാൻ വലിയ അവകാശവാദങ്ങളാണ്. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ മെറ്റീരിയൽസ് എല്ലാം തന്നെ അവിടെ നീക്കം ചെയ്തു. കാര്യമായ നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായില്ല. റേഡിയേഷൻ ഒട്ടും ഉണ്ടായില്ല. അതുകൊണ്ട് തങ്ങൾ വി ആർ ലിവിംഗ് ടു ഫൈറ്റ് അനദർ വാർ എന്ന നിലയിൽ തന്നെയാണ് ഇറാൻ കാര്യങ്ങൾ ക്ലെയിം ചെയ്ത്. ഇതെല്ലാം ക്ലെയിമുകളാണ് എന്നോർക്കണം. സ്ഥിരീകരണങ്ങളല്ല. ഇനിയും ദീർഘകാലത്തെ അന്വേഷണത്തിൽ മാത്രമേ ഈ ഇൻഡിപെൻഡന്റ് മീഡിയ ഒന്നും അവിടെ രണ്ടും ഇസ്രായേലിനകത്തും ഇറാനകത്തും സ്വതന്ത്ര മാധ്യമങ്ങൾക്ക് പ്രവേശിക്കാൻ ആവാത്തത് കൊണ്ട് തൽക്കാലം ക്ലെയിം ആയിട്ട് വെക്കുന്നു. പക്ഷേ കൃത്യമായ നേട്ടം ഉണ്ടാക്കിയ രാജ്യമുണ്ട്. അത് മറ്റാരുമല്ല, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക തന്നെയാണ്. ഇവിടെ നോക്കൂ, ഒരു ഫിയർ സൈക്കോസിസ് ജനറേറ്റ് ചെയ്യുന്നതിൽ അമേരിക്ക വിജയിച്ചു. ഇറാൻ എന്ന രാജ്യം ഇസ്രായേലിന് മാത്രമല്ല അറബി ലോകത്തെ രാജ്യങ്ങൾക്കും ഭീഷണിയാണ്. ഇറാന്റെ ആണവ പദ്ധതി ഇസ്രായേലിന് മാത്രമല്ല അറബി ലോകത്തെ സൗദി അറേബ്യക്കും UAE-ക്കും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഭീഷണിയാണ്. അതുകൊണ്ട് ആത്യന്തികമായി അവർ അമേരിക്കയുടെ സംരക്ഷണം ആഗ്രഹിക്കുന്നു. അത് തേടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അമേരിക്കയ്ക്ക് നിലവിലുള്ള 19 നിലയങ്ങൾ, താവളങ്ങൾ, അതിന്റെ എണ്ണം കൂട്ടാനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു. അതുമാത്രമല്ല, അമേരിക്കയ്ക്ക് വൻതോതിൽ ആയുധങ്ങൾ വിറ്റഴിക്കാനുള്ള വിപണി മധ്യപൗരസ്യ പ്രദേശത്തെ തുറന്നു കിടക്കുകയാണ്. മറ്റൊരു പ്ലെയറും അവിടെ കടന്നു വന്നില്ല. റഷ്യയോ ചൈനയോ മറ്റ് ആയുധ വിപണിയിലുള്ള ഒരൊറ്റ പ്ലെയേഴ്സ് പോലും അറബി ഇസ്ലാമിക ലോകത്തേക്ക്, പ്രത്യേകിച്ചും G7 രാജ്യങ്ങളിലേക്ക് കടന്നു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയുമായിട്ട് അതുപോലെ UAE-യുമായിട്ടും കഴിഞ്ഞ ആഴ്ച ട്രംപിന്റെ സന്ദർശന വേളയിൽ നടത്തിയ വലിയ ഒരു കരാർ ഒപ്പിടി അത് ഇനിയും തുടരുകയാണ്. കൂടുതൽ ആയുധങ്ങൾ വാങ്ങാൻ കഴിയും. അതുകൊണ്ട് കച്ചവട കണ്ണോടുകൂടി അമേരിക്ക ആ സംഘർഷത്തെ നോക്കിക്കാണുമ്പോൾ അത് ഇസ്രായേലിനെ സംരക്ഷിക്കുക എന്നത് മാത്രമായിരുന്നില്ല അമേരിക്കയുടെ ദൗത്യം. മറിച്ച് ഇറാൻ എന്ന രാജ്യം വലിയൊരു വിപത്താണ് എന്ന് ദ്യോതിപ്പിക്കുക വഴി വലിയ രീതിയിലുള്ള ആയുധ കച്ചവടത്തിനുള്ള അവസരം ഒരുങ്ങുകയാണ്. അതുകൊണ്ട് പെർമനന്റ് ആയി ഇറാനെ ഫിനിഷ് ചെയ്യാൻ അമേരിക്ക ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കുമായിരുന്നു. വേണമെങ്കിൽ അമേരിക്കൻ ഫൈറ്റർ പ്ലെയിൻസിനെ ഇറാന്റെ മറ്റ് കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ തന്നെ ഏതാണ്ട് ഒത്തുകളിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇതാണ് ഇവിടെ പ്രധാനപ്പെട്ട പോയിന്റ്. എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ള ശ്രമിക്കണം പ്രധാനപ്പെട്ട കാര്യം, ഇതിനുള്ളിൽ ഒരു മാച്ച് ഓഫ് ഫിക്സിംഗ് അല്ലെങ്കിൽ ഒത്തുകളി അല്ലെങ്കിൽ എന്തോ ഒരു തരം ധാരണ രൂപപ്പെട്ടിട്ടുണ്ട്. വെളിയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്നവർക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള ചില ധാരണകൾ, അതിനുള്ള സൂചനകൾ 2-3 സൂചനകളാണ്. ഒന്ന്, ഇറാന് നേരത്തെ തന്നെ അമേരിക്ക മുന്നറിയിപ്പ് നൽകി, ഞങ്ങൾ ആക്രമിക്കാൻ പോകുന്നു, നിങ്ങൾ കരുതിയിരിക്കൂ, വേണമെങ്കിൽ നിങ്ങൾക്ക് വികിരണം ഉണ്ടാകാതിരിക്കാൻ ആണവ മെറ്റീരിയൽസ് മാറ്റിക്കൊള്ളൂ. അങ്ങനെ കൃത്യം 2-3 ദിവസത്തെ ഒരു സമയം കൊടുത്തിട്ട് എല്ലാ മെറ്റീരിയലും മാറ്റത്തക്ക രീതിയിൽ അമേരിക്ക സാഹചര്യങ്ങൾ ഒരുക്കുന്ന ഒരു കാഴ്ച കണ്ടു. അതിനുശേഷം കൃത്യമായ ആക്രമണം. അതുകൊണ്ട് ബങ്കറുകൾ അല്ലെങ്കിൽ ആണവ കേന്ദ്രങ്ങൾ അടിയിൽ ചെന്ന് തകർക്കാൻ കഴിഞ്ഞു എന്നത് ശരിയാണ്. പക്ഷേ ആണവ മെറ്റീരിയൽസ്, ആണവ ടെക്നോളജി ഇതെല്ലാം തന്നെ ഇറാന് ഇൻടാക്റ്റ് ആയി വയ്ക്കാൻ കഴിയുന്നു. അങ്ങനെ വന്നാൽ ഇറാൻ അപ്പോഴും ഒരു ആണവ ശക്തി തന്നെയാണ്. ഇറാൻ അപ്പോഴും ഒരു ത്രഷോൾഡ് ഉമ്മറപ്പടിയിൽ നിൽക്കുന്ന ഒരു ആണവ ശക്തിയാണ്. ഏത് നിമിഷവും ബോംബ് ഉണ്ടാക്കാൻ കഴിയുന്ന ടെക്നോളജി അവരുടെ കൈവശമുണ്ട്. ഫിസൈൽ മെറ്റീരിയൽ അവരുടെ കൈവശമുണ്ട്. ചില നിലയങ്ങൾ തകർത്തു എന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു വിപത്തായി ഇറാനെ ചൂണ്ടിക്കാണിക്കാൻ, നിലനിർത്താൻ അമേരിക്ക ബോധപൂർവം ശ്രമിച്ചിരിക്കുന്നതായി കാണാം. അതാണ് ഒരു നിരീക്ഷണം. അതിന് പകരമായി ഇറാൻ എന്താണ് ചെയ്തത്? അമേരിക്കൻ കേന്ദ്രങ്ങളെ ആക്രമിച്ചു. അവിടെയും മുൻകൂട്ടി പറഞ്ഞതിന് ശേഷമാണ് അൽ ഉദൈദ കേന്ദ്രം ആക്രമിച്ചത് എന്ന് ട്രംപിന്റെ തന്നെ വായിൽ നിന്നും ആ ഒരു വാക്കുകൾ വരികയാണ്. മുൻകൂട്ടി അറിയിച്ചിരുന്നു. അതുകൊണ്ട് തങ്ങളുടെ സൈനികരോട് അവിടെ നിന്ന് മാറി നിൽക്കാനും ബങ്കറുകളിൽ പോകാനും പറഞ്ഞു. കാര്യമായ നാശനഷ്ടങ്ങളൊന്നും വരാതെ ഇറാൻ അയച്ച ഒരു മിസൈലുകളും ഈ മണ്ണിൽ, അറബി മണ്ണിൽ, പ്രത്യേകിച്ച് ഖത്തറിന്റെ മണ്ണിൽ പതിക്കാത്ത രീതിയിൽ സുരക്ഷാ കവചം ഒരുക്കി എന്ന് പറയുമ്പോൾ അമേരിക്ക എത്ര ബോംബറുകൾ ഉപയോഗിച്ചോ, എത്ര മിസൈലുകൾ പ്രയോഗിച്ചോ, ആ തത്തുല്യമായ എണ്ണം മിസൈലുകൾ അമേരിക്കയുടെ ഇറാഖിലെ കേന്ദ്രത്തിലേക്കും അതുപോലെ ഖത്തറിലെ കേന്ദ്രത്തിലേക്കും തങ്ങൾ അയച്ചു. ഇത് ഇറാൻ സ്വന്തം ജനതയോട് പറഞ്ഞുകൊണ്ട് മുഖം രക്ഷിക്കുകയാണ്. അതിനുള്ള അവസരം അമേരിക്ക ഒരുക്കി കൊടുത്തു. ഇറാന് മുഖം രക്ഷിക്കാനുള്ള അന്തരീക്ഷം, അവസരം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒരുക്കി കൊടുത്തു എന്ന് ഞാൻ ആഴത്തിൽ വിശ്വസിക്കുന്നു. കാരണം
അല്ല എങ്കിൽ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്ന? അമേരിക്കൻ താവളങ്ങളെ ആക്രമിച്ചാൽ ശക്തമായ തിരിച്ചടി. ഇന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് വെടിനിർത്തലല്ല, മറിച്ച് ഇറാന് നേരെ അമേരിക്ക അതിശക്തമായ ആക്രമണം അഴിച്ചുവിടും. കാരണം അമേരിക്കൻ സേനാ താവളങ്ങളിലേക്കാണ് ആക്രമണം നടന്നിരുന്നത്. അതുകൊണ്ടാണ് ഇതെല്ലാം തന്നെ മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ച ഒരു തിരക്കഥയനുസരിച്ച് കാര്യങ്ങൾ ആടിത്തീർക്കുകയായിരുന്നോ ഇറാനും ഇസ്രായേലും അമേരിക്കയും എന്ന് ന്യായമായ സംശയം തോന്നുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ഇതൊരു വിൻ 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 സിറ്റുവേഷൻ ആണ് ഞാൻ ഈ പറഞ്ഞ 3 രാജ്യങ്ങൾക്കും. അതേസമയം ആ മേഖലയിലുള്ള ജനങ്ങൾ, പ്രവാസി മലയാളികൾ, പ്രവാസി ഇന്ത്യക്കാർ, ഗൾഫ് രാജ്യങ്ങളിൽ ഉപജീവനത്തിനായി കഴിയുന്ന ആളുകൾ, അവരുടെയൊക്കെ മനസ്സിൽ തീ കോരിയിട്ടുകൊണ്ടാണ് ഈ ആക്രമണ പരമ്പര അരങ്ങേറിയിരിക്കുന്നത്. ഇവിടെ ശക്തിക സമവാക്യങ്ങൾ മാറിമറിയുന്നു എന്ന പ്രതീതിയൊക്കെ ഉണ്ടായി എങ്കിൽ പോലും കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ ഏതാണ്ട് സമനിലയിൽ പിരിയുന്ന, എല്ലാവരും വിജയം ക്ലെയിം ചെയ്യുന്ന രീതിയിലേക്ക്, എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഇസ്രായേലിന്റെ താല്പര്യം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഉടനടി ഇറാൻ ആണവയുദ്ധത്തിലേക്ക്, ആണവായുധ നിർമ്മാണത്തിലേക്ക് നീങ്ങില്ല. അത് മതിയാകും തൽക്കാലത്തേക്ക് ഇസ്രായേലിന്. ഇറാന്റെ ഒരു ആത്മവീര്യം ഉയർത്തി നിർത്താൻ കഴിഞ്ഞു, ജനതയോട് പറയാൻ കഴിഞ്ഞു, ശക്തമായ ഇസ്രായേലിന്റെ ആക്രമണത്തെ ഞങ്ങൾക്ക് പ്രതിരോധിച്ച് നിർത്താൻ കഴിഞ്ഞു. അവരുദ്ദേശിച്ച കാര്യങ്ങൾ ഒന്നും നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. അത് മാത്രമല്ല അമേരിക്കയ്ക്കിട്ടും കണ്ടു കൊടുക്കാൻ കഴിഞ്ഞു എന്ന് ഇറാന് ഗവൺമെന്റിന് ജനതയോട് പറയാൻ കഴിയും. അവരുടെ റെജീം ഇൻടാക്ട് ആയി നിൽക്കുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടെ അരക്ഷിത ബോധം കൂടിയിരിക്കുന്നു. അമേരിക്കയുടെ ആവശ്യം കൂടുതൽ 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 ആ പ്രദേശത്ത് വേണ്ടി വരുന്ന ഒരു അന്തരീക്ഷമാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഒത്തുകളിയിൽ നേട്ടമുണ്ടാക്കുന്ന പ്രധാന ശക്തി അമേരിക്കയാണെന്ന് പറയുന്നതിന്റെ യുക്തി അതാണ്. അങ്ങേക്കറിയാം, എനിക്ക് തോന്നുന്നു അങ്ങ് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിലെ സൗദി അടക്കമുള്ള രാജ്യങ്ങൾ ഏകദേശം, എനിക്ക് തോന്നുന്നു സൗദി ഏകദേശം $140 ബില്യൺ സൈന്യത്തിന് വേണ്ടിയിട്ട്, സൈന്യം സമ്പൂർണ്ണമായിട്ട് ആധുനികവൽക്കരിക്കാൻ വേണ്ടി അവർ ഓഫർ ചെയ്ത്. അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഖത്തർ തന്നെ എനിക്ക് തോന്നുന്നു $1 ട്രില്യൺ മുകളിലെങ്ങാണ്ടാണ് അമേരിക്കയ്ക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഓഫർ ചെയ്തത്. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഖത്തറിൽ ഇപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതിന് ശേഷം മിസൈൽ ഇടാൻ അങ്ങ് പറഞ്ഞതുപോലെ ആക്രമണത്തിന് ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുമ്പോഴും, ഈ ഖത്തർ എന്ന് പറയുന്ന ഇതുപോലുള്ള ഒരു രാജ്യത്തേക്ക് ഒരു ആക്രമണം ഇറാൻ നടത്തി എന്ന് പറയുന്നത് ഒരുപക്ഷെ വരും കാലങ്ങളിൽ ഒരുപക്ഷെ ഈ ആക്രമണം ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായാൽ, യുദ്ധം ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായാൽ, ഇതിനെ എങ്ങനെയായിരിക്കും ഈ ഗൾഫ് മേഖലയിലുള്ള മറ്റു രാജ്യങ്ങൾ ഇനി കാണാൻ പോകുന്നത്? ഇറാനുമായിട്ട് എത്രത്തോളം ബന്ധത്തിലേക്ക് വരാനും പോകാനും ഒക്കെയുള്ള സാധ്യതകൾ നമുക്ക് കാണാൻ കഴിയും ഇതിന്റെ പശ്ചാത്തലത്തിൽ? നോക്കൂ, ഖത്തർ എന്ന രാജ്യം എപ്പോഴും ഒരു ബ്രിങ്ക്മാൻഷിപ്പ് അല്ലെങ്കിൽ മധ്യപക്ഷത്ത് നിൽക്കുന്ന രാജ്യമാണ്. ഇറാനുമായി നല്ല ചങ്ങാത്തമുണ്ട്, ഇസ്രയേലുമായി അതുപോലെ ചങ്ങാത്തമുണ്ട്. ഇറാന്റെ ആംസായി പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയും ഹമാസുമായി ബന്ധമുണ്ട്. അവരുടെയൊക്കെ കേന്ദ്രങ്ങൾ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ പ്രവർത്തിക്കുന്നു എന്നതും പരസ്യമായ രഹസ്യമാണ്. അതുകൊണ്ട് പലപ്പോഴും നയതന്ത്ര ചർച്ചകൾക്കുള്ള വഴി ഒരുക്കുന്നതിൽ ഖത്തറിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പോരാട്ടത്തിൽ ചർച്ചകൾക്ക് ആതിഥ്യം വഹിച്ചത്, വഴി ഒരുക്കിയതെല്ലാം ഖത്തറാണ് എന്ന് ഓർക്കണം. ആ ചർച്ചകൾ പോവുകയാണെങ്കില്ല എന്നത് മറ്റൊരു കാര്യം. അതുകൊണ്ട് ഖത്തർ 2 വള്ളത്തിലും കാലി ചവിട്ടുന്ന രാജ്യമാണ്. ഖത്തറിന് പക്ക ബിസിനസ് ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ. അമേരിക്കയുമായും നല്ല ചങ്ങാത്തമുണ്ട്. അതുകൊണ്ടാണല്ലോ അമേരിക്കയുടെ ആ പ്രദേശത്തെ ഏറ്റവും വലിയ സേനാ താവളം ഖത്തറിലാണ്. 40,000-ഓളം സൈനികരുള്ളതിൽ ഏതാണ്ട് 4/1 സൈനികരുടെ സാന്നിധ്യവും ഖത്തർ ആണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സേനാ താവളം. അതുകൊണ്ട് ഖത്തറിനെ ആക്രമിക്കാൻ തുനിഞ്ഞു എന്ന് പറയുമ്പോൾ ഒത്തുകളിക്ക് നിന്ന് കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഖത്തർ എന്ന പ്രതീതിയാണ് എന്റെ മനസ്സിൽ വരുന്നത്. കാരണം ഇറാൻ സൗദി അറേബ്യ ആക്രമിച്ചാൽ അതൊരു പക്ഷെ പിടിവിട്ടു പോകും. കാരണം സൗദി അറേബ്യയും ഇറാനും തമ്മിൽ ചരിത്രപരമായ വലിയ വിരോധമുണ്ട്, വൈജാത്യങ്ങളുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പടിചാരുന്ന ഒരു ശ്രമവുമുണ്ട്. ചൈന ഇടപെട്ടാണ് കഴിഞ്ഞ 2 വർഷം മുൻപ്, ചൈനീസ് മധ്യസ്ഥതയിലാണ് ഇറാനും സൗദി അറേബ്യയും തമ്മിൽ ഒരു ധാരണയിൽ എത്തിച്ചേർന്നത്. അത് അമേരിക്കയുടെ ഒരുക്കങ്ങളെ ഒരുപാട് ചുളിച്ച ഒരു കാര്യവുമാണ്. ഇസ്രായേലിന് തൊട്ടും ഇഷ്ടപ്പെട്ടിട്ടൊരു കാര്യമല്ല, പക്ഷെ അതൊരു യാഥാർത്ഥ്യമായി നിൽക്കുന്നു. അതുകൊണ്ട് സൗദി അറേബ്യയിലെ അമേരിക്കൻ കേന്ദ്രങ്ങളെ ആക്രമിക്കാതെ, UAE-യിലെ കേന്ദ്രങ്ങളെ ആക്രമിക്കാതെ, എണ്ണ വിതരണം തടസ്സപ്പെടുത്താതെ, ഒരൊറ്റ എണ്ണ ടാങ്കറിനെയും വ്യാപാര താല്പര്യങ്ങളെയും ഹനിക്കാതെ, ഔപചാരികതയുടെ പേരിൽ മുൻകൂട്ടി അറിയിച്ചതിന് ശേഷം ഖത്തറിലെ അമേരിക്കൻ താവളങ്ങൾ ആക്രമിച്ചു എന്ന് പറയുന്നത് ഇറാൻ ചെയ്തത് ഏറ്റവും സേഫസ്റ്റ് ആയ ഒരു കാര്യമാണ്. ചെയ്തോ എന്ന് ചോദിച്ചാൽ ചെയ്തു, ആക്രമിച്ചോ എന്ന് ചോദിച്ചാൽ ആക്രമിച്ചു, നാശനഷ്ടങ്ങൾ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ എന്തിന് ആക്രമിച്ചു എന്ന് ചോദിച്ചാൽ അത് ഞങ്ങളുടെ ദൗത്യമാണ്, ഞങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങളെ ആക്രമിച്ചിരിക്കുന്നു, പ്രത്യാക്രമണം നടത്തിയതായി ഞങ്ങൾക്ക് ജനത്തോട് പറയാനുണ്ട്. ഞങ്ങളുടെ സ്വന്തം ജനതയോട്, ഇറാനിയൻ ജനതയോട്, ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ എന്ന് ചാന്റ് ചെയ്യുന്ന തങ്ങളുടെ ജനതയുടെ ഒരു ആത്മവീര്യം ഉയർത്തി നിർത്താൻ, അവരെ സമാധാനിപ്പിക്കാൻ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്ന്
വരുത്തി തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഖത്തർ എന്ന ടാർഗറ്റ് തെരഞ്ഞെടുത്തു, ഇറാഖ് എന്ന ടാർഗറ്റും തെരഞ്ഞെടുത്തു. അവിടെ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി കണക്കില്ല. കാരണം ഇറാഖ് ഒരു ഫെയിൽഡ് ഒരു സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് ഇറാഖിലെ കേന്ദ്രങ്ങളും അവിടെ തെരഞ്ഞെടുത്തു, അമേരിക്കൻ കേന്ദ്രങ്ങൾ. അത് കാര്യമായ ആക്രമണം അവിടെ നടന്നിട്ടില്ല, എങ്കിലും ഔപചാരികതയ്ക്ക് വേണ്ടി അതും നടന്നിരിക്കുന്നു. അതുകൊണ്ട് അറബ് മേഖലയിൽ ആകമാനം ഈ ഇറാൻ ആക്രമണം ഇനിയും നടത്തും എന്ന പ്രതീതി ജനിപ്പിക്കാൻ ഈ ആക്രമണം ഉദ്ദേശിച്ചു. ഇത് ആരുടെ ആവശ്യമാണ്? ഇറാൻ ഈ രാജ്യങ്ങളെ ആക്രമിക്കേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്. അമേരിക്കൻ താവളങ്ങളെ ആക്രമിച്ചു എന്ന് മേനി പറയാമെങ്കിലും ഈ രാജ്യങ്ങളുടെ എയർ സ്പേസ് ഇറാൻ വയലേറ്റ് ചെയ്തിരിക്കുന്നു, മിസൈലുകൾ. അതുകൊണ്ട് ചരിത്രത്തിന്റെ ഭാഗമായി ഇറാൻ ഒരു അറബ് രാജ്യത്തെ ആക്രമിച്ചു എന്നത് ചരിത്രത്തിന്റെ ഭാഗമായിരിക്കുന്നു. അതുകൊണ്ട് അറബി കൗൺസിൽ അല്ലെങ്കിൽ ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ, അറബ് ലീഗ്, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് സ്റ്റേറ്റ്സ്, ഇങ്ങനെയുള്ള സമിതികളെല്ലാം കുറച്ചുകൂടി ജാഗരൂകരായിട്ടിരിക്കും. അവർക്ക് അമേരിക്കയുടെ സഹായം വേണ്ടിവരും ഭാവിയിലും. അതെല്ലാം ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇത് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് രാജ്യങ്ങൾ, ഒരുപാട് നേതാക്കൾ, പ്രത്യേകിച്ച് ടോപ്പ് ലെവൽ ലീഡേഴ്സ് ഇതേക്കുറിച്ച് മുൻധാരണയോട് കൂടി തന്നെയാണ് ഏതാനും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആക്രമണം ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് വിഡ്രോ ചെയ്യണം എന്നൊരു ധാരണ നിലനിന്നതായി കാണാം. ആദ്യഘട്ടത്തിൽ അങ്ങനെയല്ല തോന്നിയത്. അമേരിക്ക ഇസ്രായേലിനോടൊപ്പം പൂർണ്ണമായി വരുന്നു. ഇസ്രായേലിന്റെ ലക്ഷ്യങ്ങൾ പൂർണ്ണമായി സാധിക്കുന്നിടം വരെ, അവസാന നിമിഷം വരെ അമേരിക്ക ഇസ്രായേലിനോടൊപ്പം നിൽക്കും. നിൽക്കാതെ ഇരുന്നിട്ടില്ല, ഇസ്രായേൽ തള്ളി പറഞ്ഞിട്ടില്ല. പക്ഷേ അത് മതിയായിരുന്നോ? അമേരിക്കയുടെ സഹായം ഇത്രത്തോളം മതിയായിരുന്നോ? ഇറാനെ ഫിനിഷ് ചെയ്യാൻ അമേരിക്ക എന്തുകൊണ്ട് മുതിർന്നില്ല? ഇറാന്റെ ഭരണകൂടം മാറ്റിമറിക്കും എന്ന പ്രതീതി ജനിപ്പിച്ചതിന് ശേഷം ട്രംപ് തന്നെ പറഞ്ഞല്ലോ, ഇറാന്റെ ആധ്യാത്മിക നേതാവിനോട് പറഞ്ഞല്ലോ, ആയത്തുള്ള അലി ഖുമൈനി നിഷ്കാസിതനാകണം, അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് ഞങ്ങൾ പുതിയ ഭരണകൂടം സ്ഥാപിക്കാൻ തയ്യാറാണ്. ഇസ്രായേൽ പറഞ്ഞ അതേ കാര്യം അമേരിക്ക പറയുകയും പിന്നീട് പിന്നാക്കം പോവുകയും ചെയ്തത് ട്രംപ് എന്ന ബിസിനസ്സുകാരന്റെ ടിപ്പിക്കൽ ടാറ്റിക്സ് ആണ്. ആലോചിച്ച് നോക്കൂ, മുൻപ് ട്രംപ് ഇത് ചെയ്തിട്ടുണ്ടല്ലോ. വ്യാപാര യുദ്ധം, ടാരിഫുകൾ പ്രഖ്യാപിച്ചു. ചൈനക്കെതിരെയും ഇന്ത്യക്കെതിരെയും ഒക്കെ കർശനമായ ടാരിഫുകളാണ്, നികുതികളാണ്, കസ്റ്റം ഡ്യൂട്ടീസ് ആണ് പ്രഖ്യാപിച്ചത്. എന്നിട്ട് പതിയെ ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ടാരിഫ് യുദ്ധത്തിൽ നിന്നും ട്രംപ് പിന്നോട്ട് പോയി. അതുകൊണ്ട് ട്രംപ് പറയുന്നതിന് അത്രയ്ക്കുള്ള വില മാത്രമേ ലോകം കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒരു ടിപ്പിക്കൽ കച്ചവടക്കാരന്റെ കച്ചവട മനസ്സോടുകൂടിയുള്ള കയറ്റിപ്പറച്ചിലുകൾ മാത്രമാണ് ട്രംപ് ചെയ്തത്. ഏതാനും കാര്യങ്ങൾ ചെയ്തു എന്ന് വരുത്താൻ വേണ്ടി ചില ആക്രമണം. ഇസ്രായേലിനെ സമാധാനിക്കാം. ഇസ്രായേൽ പറഞ്ഞതുപോലെ അമേരിക്ക അനുസരിച്ചല്ലോ. ഇസ്രായേൽ ആഗ്രഹിച്ച ഇടങ്ങളിൽ അമേരിക്ക ബോംബ് ചെയ്തല്ലോ. നാശനഷ്ടങ്ങൾ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി. പക്ഷെ ആണവായുധങ്ങൾ നശിപ്പിക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. അതുകൊണ്ട് എങ്ങനെയാണ് ഇത് വിലയിരുത്തേണ്ടത്? കൃത്യമായ രീതിയിൽ അതിനെ വിലയിരുത്താൻ ആർക്കും ആവാത്ത രീതിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് രൂഢമൂലമായ ഒരു ചിന്ത തന്നെയാണ് നിരീക്ഷകർക്കിടയിൽ വരുന്നത്. ഇതൊരു ലാർജ് തിയേറ്ററിൽ ആടിത്തീർത്ത ഒരു പൊറാട്ട് നാടകം മാത്രമായിരുന്നു ഇത് എന്ന ചിന്ത വരുന്നത് അതുകൊണ്ടാണ്.